നമസ്കാരം. ഇന്ത്യ-റഷ്യ ബന്ധം ഊഷ്മളമാകുന്നതിനെതിരെ യു.എസിൽ നിന്നുണ്ടായ പ്രസ്താവനകൾക്കിടെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനും ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംഭാഷണം നടത്തി. പൊതുവായ തന്ത്രപരവും സുരക്ഷാ താൽപര്യങ്ങളും അടിസ്ഥാനമാക്കി ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടുത്തു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചതായും ഇന്ത്യൻ പ്രസ്താവനയിൽ പറഞ്ഞു. 2024 ജൂലൈയിലും പിന്നീടുള്ള വർഷത്തിലും നടക്കാനിരിക്കുന്ന ക്വാഡ് കൂട്ടായ്മയ്ക്ക് കീഴിലുള്ള വരാനിരിക്കുന്ന ഉന്നതതല ഇടപെടലുകൾ ഉൾപ്പെടെ ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. നാറ്റോ ഉച്ചകോടിയോട് അനുബന്ധിച്ച് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യ-യു.എസ് ബന്ധത്തിലെ അസ്വാരസ്യങ്ങളുടെ ചില സൂചന പുറത്തു വന്നിരുന്നു. ഇതിനിടയിലായിരുന്നു രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിച്ചത്. അതേസമയം ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് റഷ്യയുടെ ശ്രമം. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെയും പ്രധാനമന്ത്രി മോദിയുടെ മോസ്കോ സന്ദർശനത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളോട് പെന്റഗണിന്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും വക്താക്കൾ വെവ്വേറെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഇന്ത്യയെ തള്ളിപ്പറയാതെ തന്നെയാണ് അവർ നിലപാടെടുത്തത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ കാലമായി ബന്ധമുണ്ട്. യുഎന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ്. അവരുടെ റഷ്യയുമായുള്ള ബന്ധത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ പൂർണ്ണമായും വ്യക്തവുമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് തുടരുന്നു. ഇത് നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങളെപ്പോലെ ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ നേരത്തെ വ്യക്തമാക്കി. മറുവശത്ത് യു.എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ച് യു.എസിന് വ്യക്തമായ ധാരണയുണ്ടെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇരുവരും ഇന്ത്യയെ തള്ളിപ്പറയാനോ പ്രതിക്കൂട്ടിൽ നിർത്താനോ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം റഷ്യയിൽ സന്ദർശിച്ചത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിനെ ഉറ്റുനോക്കിയിരുന്നു. പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ മോദിയുടെ നീക്കം ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കണ്ടതും. മോദി പുടിനെ കണ്ടതിനെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്ത് വന്നിരുന്നു. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്കയറിയിച്ച് നാറ്റോ രംഗത്തെത്തിയിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ 32 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താൽപര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ. സൈബർ, ബഹിരാകാശമടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത്. റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നു. യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാകുന്നത്.